ഇപ്പം ഈ അതിജീവിതക്കെതിരെ നടന്ന കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രാഥമികമായിട്ട് ഈ വിധിയെ നോക്കി കാണുന്നത്? ഈ വിധിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൻ്റെ ഒരു പൊതു മെറിറ്റ് പരിശോധിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു നിലപാട് വ്യക്തമാകുന്നതാണത്. കുറ്റവാളികൾക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുക, കുറ്റം ആരോപിക്കപ്പെട്ടവർ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ഉറച്ച നിലപാടാണ് ഗവൺമെൻറ് പൊതുവെ ഇതുപോലുള്ള സംഭവങ്ങളിലും കേസുകളിലും സ്വീകരിച്ചു വരുന്നത്. ഈ കാര്യത്തിൽ ഈ നടിയെ കയ്യേറ്റം ചെയ്ത ഈ പ്രശ്നത്തിലുള്ള കേസും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തിലും തന്നെയാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത്. സിനിമയിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ അഭിപ്രായം, സമൂഹത്തിൽ ഉയർന്നു വന്ന സ്ത്രീകളുടെ അഭിപ്രായം മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇതുപോലുള്ള സംഭവങ്ങളോടുള്ളൊരു പൊതു പ്രതികരണം വന്നിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കുറ്റങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഒരു വലിയ പരിശോധനയാണ് നടന്നിട്ടുള്ളത്. ഈ പ്രാഥമികമായ ഇതിൻ്റെ വിധി അത് നമ്മൾ അത് സംബന്ധിച്ച ഒരു നിലപാടിലെത്തുമ്പോൾ ഇപ്പോൾ കുറ്റവാളികൾക്കെതിരെ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട്. ദിലീപ് കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് കോടതിയുടെ നിരീക്ഷണത്തിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. ഇനി ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ഇതിൻ്റെ ഹയർ കോടതിയെ സമീപിക്കുന്നതിനുള്ള സന്ദർഭങ്ങളുണ്ട്. അതെല്ലാം ഇതിൻ്റെ നിയമപരമായി കുറ്റം ആരാണോ കുറ്റവാളി അവരെ കണ്ടെത്തുന്നതിന് സഹായകരമായ നിയമ നടപടികൾ ഇനിയും സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. പൊതുവെ കോടതി വിധി പരിശോധിച്ച് കഴിഞ്ഞാൽ കുറ്റവാളികൾക്കെതിരായി കർശനമായ നിലപാട് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേസ് അതിനനുസരിച്ച് രൂപപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിക്ക് ഒരിക്കൽ കൂടിയുള്ള അംഗീകാരമാണ് ഈ കേസിൻ്റെ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കാണാം. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് കേരളം നിന്നത്. ഗവൺമെൻറ്റും അതിനനുസരിച്ചുള്ള നിലപാടാണ് എടുത്തത്. പക്ഷേ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള സമീപനം ഏത് കേസിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലയിലെല്ലാം ഇതിനെ പരിഗണിക്കാൻ കഴിയണം. ഇതിൻ്റെ തുടർ നിലപാടെന്ത് എന്നുള്ളത് ഗവൺമെൻറ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ് വ്യക്തമാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനിയും നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെ മുമ്പോട്ട് പോകും.